ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജ്യൂപോർട്ട്. നാളെ നമ്മൾ നമ്മുടെ മോഡൽ എക്സാമിനേഷൻ എഴുതാൻ പോവാ കെമിസ്ട്രിയുടെ, അല്ലേ? അപ്പം നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്, ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല, നിർബന്ധമായും ഇത് പഠിച്ചിരിക്കണം. എങ്കിൽ നിങ്ങൾക്കൊരു 40 മാർക്കിൽ കൂടുതൽ എന്തായാലും കിട്ടും, ഒരു സംശയവും ഇല്ല. കാരണം ഓരോ ചാപ്റ്ററിലെയും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് പഠിക്കാതെ മക്കളെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകാൻ പാടില്ല കേട്ടോ. നോക്കാം നമുക്ക്. സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം തന്നെ മൊളാരിറ്റി എന്താ എന്ന് മക്കൾക്ക് അറിയാം. എന്താ മൊളാരിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ആ മൊളാരിറ്റി. എന്നാൽ 1 കിലോഗ്രാം സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് മൊളാലിറ്റി. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിർബന്ധമായും പഠിക്കുക. എന്താ ഇക്വേഷൻ? മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. ഈ വോളിയം മാറ്റിയിട്ട് ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം എന്ന് എഴുതിയാൽ അത് മൊളാലിറ്റിയുടെ ഡെഫിനിഷനായി. ഓക്കെ, ഇനി മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൊളാരിറ്റിയാ. കാര്യം ടെമ്പറേച്ചർ കൂടുമ്പോൾ മൊളാരിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഇത് മക്കൾ ആദ്യം തന്നെ അങ്ങ് പഠിക്കുക. മൊളാലിറ്റി ടെമ്പറേച്ചറിനാരാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡെഫിനിഷൻ എന്താ? ഇക്വേഷൻ എന്താ? പഠിക്കാലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി മക്കളെ, ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ് ഹെൻറീസ് ലോ, അതിൻ്റെ അപ്ലിക്കേഷൻസ്. എന്താ ഹെൻറീസ് ലോ പറയുന്നത്? നോക്കൂ, പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ്. പറഞ്ഞേ, partial pressure of a gas in vapor phase is directly proportional to mole fraction of the gas in solution. എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസിൻ്റെ വേപ്പർ ഫേസിലുള്ള പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താടാ? ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ആണ്, അല്ലേ? ഇനി എ എന്നൊന്നും എഴുതണം നിർബന്ധമില്ല. ബേസിക്കലി പാർഷ്യൽ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. പ്രൊപ്പോർഷനാലിറ്റി സൈന് ഈക്വൽ സൈനാക്കി മാറ്റണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വേണം. അതിനെ നമുക്ക് KH എന്ന് വിളിക്കാം. അതാണ് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. ഇനി മക്കളെ, എന്താണ് ഹെൻറീസ് ലോ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താ അറിയേണ്ടത്? അതിൻ്റെ അപ്ലിക്കേഷൻസ് അറിയണം. 2 അപ്ലിക്കേഷൻസ് എങ്കിലും പഠിക്കൽ നിർബന്ധമാണ്. എന്താണ് ഒന്നാമത്തെ അപ്ലിക്കേഷൻ? നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ബോട്ടിൽ ഉണ്ടല്ലോടാ, സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ബോട്ടിൽസ് അല്ലെങ്കിൽ സോഡ വാട്ടറിൻ്റെ ബോട്ടിൽസ്, അതെങ്ങനെയാ ഫില്ല് ചെയ്യാറുള്ളത്? ഹൈ പ്രഷറിലാണ് ഫില്ല് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഹൈ പ്രഷറിലാണ് സീൽ ചെയ്യാറുള്ളത്. ഹെൻറീസ് ലോന്റെ അപ്ലിക്കേഷനാ അത്. രണ്ടാമത്തത്, നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് അനോക്സിയ അനുഭവപ്പെടാറുണ്ട്. ഹെൻറീസ് ലോന്റെ അപ്ലിക്കേഷനാ. ഇനി മക്കളെ, സ്ക്യൂബ ഡൈവേഴ്സിന് ബെൻഡ് അനുഭവപ്പെടാറുണ്ട്. അത് ഹെൻറീസ് ലോന്റെ അപ്ലിക്കേഷനാ. അപ്പോൾ എന്താണ് ഹെൻറീസ് ലോ എന്നറിയണം, അതിൻ്റെ അപ്ലിക്കേഷൻ അറിയണം. മതിയോ? പോരാ. നമ്മൾ ചൂട് കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ അക്വാറ്റിക് സ്പീഷീസുകളെ കാണാറില്ല. നോക്കൂ, അക്വാറ്റിക് ഓർഗാനിസംസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ. എന്താ കാര്യം മക്കളെ? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് സോലബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്, ഗ്യാസിൻ്റെ ലിക്വിഡിലുള്ള സോലബിലിറ്റി കുറയും. കാര്യം ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. അതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഗ്യാസിൻ്റെ ലിക്വിഡിലുള്ള സോലബിലിറ്റി കുറയും. എടാ, ഓക്സിജൻ ഒരു ഗ്യാസ് അല്ലേ? ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്ത് അക്വാറ്റിക് ഓർഗാനിസംസിന് നിൽക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ടാണ് അവർ കോൾഡ് വാട്ടറിലാണ് മോർ കംഫർട്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, എന്താണ് ഹെൻറീസ് ലോ? അതിൻ്റെ 2 അപ്ലിക്കേഷൻ. അതേപോലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസിൻ്റെ ലിക്വിഡിലുള്ള സോലബിലിറ്റി കുറയും. എൻ്റെ മക്കൾ ഇത് പഠിച്ചു പോണേടാ.
യെസ്, അടുത്തത് എന്താണ് ഐഡിയൽ സൊല്യൂഷൻ? എല്ലാ ടെമ്പറേച്ചറിലും എല്ലാ കോൺസെൻട്രേഷനിലും റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനാണ് ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷന്റെ 4 ഫീച്ചർ നിർബന്ധമായി പഠിക്കണം. എന്താണ് 4 ഫീച്ചർ? പി എ ഈക്വൽ ടു പി എ 0 ഇൻറ്റു കൈ എ, അതേപോലെ പി ബി ഈക്വൽ ടു പി ബി 0 കൈ ബി. ഡെൽറ്റ വി മിക്സിങ് 0 ആണ്, ഡെൽറ്റ എച്ച് മിക്സിങ് 0 ആണ്. അതോടൊപ്പം സോൾവെന്റ് ഇൻട്രാക്ഷനും സൊല്യൂട്ട് ഇൻട്രാക്ഷനും സോൾവെന്റ് ഇൻട്രാക്ഷൻ ഈക്വൽ ആണ്. ഈ 4 പോയിന്റ് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഐഡിയൽ സൊല്യൂഷന്റെ എക്സാമ്പിൾ ആണ് ബെൻസീൻ പ്ലസ് ടൊളുവിൻ. ഇനി മക്കളെ, ഐഡിയൽ സൊല്യൂഷന്റെ ഈ ഗ്രാഫ് വളരെ ക്ലിയർ കട്ടായിട്ട് പേപ്പറിൽ വരച്ചു പഠിക്കണം. കാര്യം എന്താ? ഈ ഐഡിയലിന്റെ 4 പോയിന്റും ഈ ഗ്രാഫും അറിയാമെങ്കിലാണ് നോൺ ഐഡിയൽ പറയാൻ പറ്റുക. ആരാ നോൺ ഐഡിയൽ? എല്ലാ ടെമ്പറേച്ചറിലും എല്ലാ കോൺസെൻട്രേഷനിലും റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻ ആണ്. അത് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? പോസിറ്റീവായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്ന നോൺ ഐഡിയൽ, നെഗറ്റീവായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്ന നോൺ ഐഡിയൽ. എന്താ പോസിറ്റീവിന്റെ പ്രത്യേകത? നമ്മൾ നേരത്തെ പഠിച്ച 4 പോയിന്റ് ഇല്ലേ, അതിൽ ഈക്വൽ ടു ഉള്ളതൊക്കെ ഗ്രേറ്റർ ദാൻ ആക്കുക, അപ്പൊ പോസിറ്റീവിന്റെ പോയിന്റ് ആയി. ഈക്വൽ ടു ഉള്ളതൊക്കെ ലെസ് ദാൻ ആക്കുക, അപ്പൊ നെഗറ്റീവിന്റെ 4 പോയിന്റ് ആയി. ഇനി പോസിറ്റീവിന്റെ എക്സാമ്പിൾ എന്താ? എത്തനോളിനെ വാട്ടറുമായിട്ടോ അസറ്റോണുമായിട്ടോ ഹെക്സൈനുമായിട്ടോ ഒക്കെ മിക്സ് ചെയ്താൽ പോസിറ്റീവ്. ഇനി വാട്ടറിനെ നമ്മൾ ആസിഡുമായി മിക്സ് ചെയ്താൽ നെഗറ്റീവ്. പക്ഷെ നെഗറ്റീവിന്റെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ക്ലോറോഫോം പ്ലസ് അസറ്റോൺ നെഗറ്റീവിന്റെ എക്സാമ്പിളാ. അതെന്തുകൊണ്ട് നെഗറ്റീവിന്റെ എക്സാമ്പിൾ ആയി എന്ന് ചോദിച്ചാൽ അവർക്കിടയിൽ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ടാണ് എന്ന കാര്യമാണ് പഠിക്കേണ്ടത്. ഇനി നേരത്തെ നമ്മൾ ഐഡിയലിന്റെ ഗ്രാഫ് വരച്ചില്ലേ, അത് മുകളിലേക്ക് കയറ്റി വരച്ചാൽ പോസിറ്റീവിന്റെ ഗ്രാഫായി, അത് താഴേക്ക് ഇറക്കി വരച്ചാൽ നെഗറ്റീവിന്റെ ഗ്രാഫായി. മക്കളെ, പേപ്പർ എടുത്ത് ആ 2 ഗ്രാഫ് ഒന്ന് വരച്ചു പഠിക്കണേ, അത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, അതിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനെയാണല്ലോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുക. മക്കളെ, 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏതൊക്കെ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ പേര് നമ്മൾ ആദ്യം പഠിക്കണം. അത് കഴിഞ്ഞിട്ടോ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനും ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. കാര്യം എന്താ? ഇവിടെ നിന്നൊക്കെ പ്രോബ്ലം വരാറുണ്ട്. നോക്കൊരു പ്രോബ്ലം നോക്ക്. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിന്റെ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാണാനുള്ള ഇക്വേഷനാ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിന്റെ ഇക്വേഷൻ അറിയണം. ഇത് മാത്രമല്ല, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്ക്. ഇത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിന്റെ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യനാ. ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇത് ഓസ്മോട്ടിക് പ്രഷർ കാണാനുള്ള ക്വസ്റ്റ്യനാ. അപ്പൊ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഇക്വേഷൻ അറിയില്ലെങ്കിൽ അത് വെച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇനി മക്കളെ, ഇതല്ലാതെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സൊല്യൂഷന്റെ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന എക്സസ് പ്രഷർ ആണല്ലോ ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ സൊല്യൂഷന്റെ സൈഡിൽ അപ്ലൈ ചെയ്താൽ അവിടെ റിവേഴ്സ് ഓസ്മോസിസ് നടക്കും. റിവേഴ്സ് ഓസ്മോസിസിന് 2 അപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ആണ്, 2 ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. അതൊന്ന് പഠിച്ചു വെക്കണേ മക്കളെ, ഇടയ്ക്ക് വരാറുണ്ട്. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡിന് മറ്റു മെത്തേഡിൽ നിന്നുള്ള അഡ്വാൻറ്റേജ്? ചില അഡ്വാൻറ്റേജ് ഉണ്ട്. അതിലൊന്ന്, നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും. 2, ഓസ്മോട്ടിക് പ്രഷറിൽ മൊളാരിറ്റി ആണ് ഉപയോഗിക്കുന്നത്. 3, ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിലും ഓസ്മോട്ടിക് പ്രഷറിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഓസ്മോട്ടിക് പ്രഷറിന് ഉള്ളത് കൊണ്ടാണ് പ്രോട്ടീൻസിന്റെയും പോളിമേഴ്സിന്റെയും ഒക്കെ മൊളാർ മാസ് മെഷർ ചെയ്യാൻ നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണിത്. ഇത് നിങ്ങൾ പഠിക്കണം. ഇനിയോ ഐസോട്ടോണിക് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ? 2 ആളുടെ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ
അവരെ ഐസോട്ടോണിക് എന്ന് പറയുക. ബ്ലഡിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ 0.9% NaClൻ്റെ ഓസ്മോട്ടിക് പ്രഷറിന് ഈക്വലാ. അതുകൊണ്ട് അത് സേഫായിട്ട് ബ്ലഡിൽ ഇൻജെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ പോയിന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. മക്കളെ, വാൻഡോ ഫാക്ടർ എങ്ങനെയാ കാണുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ചെയ്താൽ നമുക്ക് വാൻഡോ ഫാക്ടർ കിട്ടും. ഈ വാൻഡോ ഫാക്ടർ വെച്ച് എത്രത്തോളം അസോസിയേഷനും ഡിസോസിയേഷനും നടന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ നോക്കൂ, KClൻ്റെ വാൻഡോ ഫാക്ടർ 2, കാരണം അവിടെ ഡിസോസിയേഷനാണ് നടക്കുന്നത്. എന്നാൽ അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ എത്തനോയിക് ആസിഡിന്റെ വാൻഡോ ഫാക്ടർ 0.5, കാരണം എന്താ, അവിടെ അസോസിയേഷനാണ് നടക്കുന്നത്. 2 ആൾ കമ്പൈൻ ചെയ്ത് ഒന്നായി മാറുകയാണ്. അപ്പോൾ 1/2 0.5. ഇവിടെ ഒരാൾ ഡിസോസിയേറ്റ് ചെയ്ത് 2 ആളായി മാറുകയാണ്. അപ്പോൾ 2/1 2. അപ്പോൾ വാൻഡോ ഫാക്ടർ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാറുണ്ട്, പഠിച്ചു പോകണം. അപ്പോൾ വാൻഡോ ഫാക്ടർ ആവട്ടെ, തൊട്ടു മുന്നേ പറഞ്ഞ ഐസോട്ടോണിക് ആവട്ടെ, റിവേഴ്സ് ഓസ്മോസിസ് ആവട്ടെ, 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും ഇക്വേഷനും ആവട്ടെ, അതിൻ്റെ മുന്നേ പറഞ്ഞ ഐഡിയലും നോൺ ഐഡിയലും ആവട്ടെ, അതിൻ്റെ മുന്നേ പറഞ്ഞ ഹെൻറീസ് ലോയും അപ്ലിക്കേഷനും ആവട്ടെ, മൊളാലിറ്റിയും ആവട്ടെ, ഇത് നല്ല നീറ്റായിട്ട് അങ്ങ് പഠിച്ചു പോയാൽ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തീർച്ചയായും നിങ്ങളെ കാത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു സംശയം വേണ്ട. ഇനി മക്കളെ, ഇലക്ട്രോ കെമിസ്ട്രിയിലോ പ്രൈമറി സെക്കൻഡറി സെല്ല് തമ്മിലുള്ള ഡിഫറൻസ് അറിയണം. പ്രൈമറിയിൽ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ, സെക്കൻഡറിയിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇവിടെ റീചാർജ് പോസിബിൾ അല്ല, അവിടെ റീചാർജ് പോസിബിളാ. ഇവിടെ എന്താ പറയുക, കോസ്റ്റ് വളരെ കുറവാണെങ്കിൽ അവിടെ കോസ്റ്റ് കൂടുതലാണ്. ഇവിടെ വളരെ ഷോർട്ട് പീരീഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററിയാ പ്രൈമറി സെല്ലിൽ ഉണ്ടാവുക. എന്നാൽ അവിടെ ലോങ് ലൈഫുള്ള ബാറ്ററീസ് ആണ് ഉണ്ടാവുക. എക്സാമ്പിൾ അറിയണം, ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും പ്രൈമറിയാണ്, ലെഡ് സ്റ്റോറേജും നിക്കൽ കാഡ്മിയം എന്താണ്, സെക്കൻഡറിയാണ്. ഇതൊന്ന് പേപ്പറിൽ നോട്ടിലേക്ക് എഴുതിയെടുക്കുക, ഇത് പഠിക്കാൻ ശ്രമിക്കുക. ഇനി മക്കളെ, എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്യൂവൽ സെല്ലും അതിൻ്റെ അപ്ലിക്കേഷനും. എന്താണ് ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞാൽ മക്കളെ, നമ്മുടെ ഹൈഡ്രജൻ പോലെ, അതേപോലെ മെത്തനോൾ പോലെ, മീത്തൈന് പോലെയുള്ള ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പോഴുണ്ടാവുന്ന എനർജിയെ ഡയറക്റ്റായിട്ട് ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന സെല്ലിനെയാണ് നമ്മൾ ഫ്യൂവൽ സെല്ല് എന്ന് പറയുക. അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. അതിൽ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷന്, ഓവറോൾ റിയാക്ഷനിൽ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാവുന്നത്. ജസ്റ്റ് നോട്ടിലേക്കൊന്ന് എഴുതിയെടുക്കുക, അത് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. വേറൊന്നുമില്ല, ഇത് പഠിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് മക്കളെ, ഇതിന് പ്രധാനപ്പെട്ട 3 അഡ്വാൻറ്റേജുകളുണ്ട്. ഒന്ന്, എത്ര കാലം നിങ്ങൾക്ക് ഹൈഡ്രജനും ഓക്സിജനും സപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്ര കാലം ഇതിൽ നിന്ന് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം, നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൺവെൻഷണൽ സെല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഹൈലി എഫിഷ്യൻ്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് പൊല്യൂഷൻ ഫ്രീ ആണ് എന്നുള്ളതാണ്. ഇത് എന്തുണ്ടാക്കുന്നില്ല, ഇത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഫ്യൂവൽ സെല്ലിൻ്റെ, എന്താണ് ഫ്യൂവൽ സെല്ല്, ഓക്സിജൻ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ, അതിൻ്റെ അഡ്വാൻറ്റേജ് ഇമ്പോർട്ടൻ്റാണ്. പിന്നെ മക്കളെ, എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് കൊറോഷൻ്റെ റിയാക്ഷൻ, അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. മക്കളെ, കൊറോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കൊറോഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും എയറും മോയിസ്ചറും ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് മെറ്റൽസിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നതാണ് കൊറോഷൻ. അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണ് റസ്റ്റിംഗ് ഓഫ് അയേൺ. അയേണിൻ്റെ മെറ്റൽ, ഒരു അയേണിൻ്റെ സർഫസ് എടുക്കുക, അതിലെവിടെയെങ്കിലുമുള്ള ഒരു അയേൺ ഓക്സിഡൈസ് ചെയ്ത് Fe2+ ആയിട്ട് മാറും. ആ പോയിന്റിലാണ് ആനോഡ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രോൺ അവിടുന്ന് മൂവ് ചെയ്ത് മറ്റൊരു പോയിന്റിലെത്തി ഓക്സിജനും ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്ത് വാട്ടർ ഉണ്ടാവുന്ന പോയിന്റാണ് കാഥോഡ്. ഈ റിയാക്ഷൻ പേപ്പറിൽ എഴുതി പഠിക്കണം. ഇനി മക്കളെ, ആനോഡിലുണ്ടായ ഓക്സിജന് വീണ്ടും വാട്ടറുമായി റിയാക്ട് ചെയ്ത് ഓക്സിഡൈസ് ചെയ്തിട്ട് Fe2O3 ആയി മാറും. അത് ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കുന്നതിനെയാണ് റസ്റ്റ് എന്ന് പറയുക. എന്താ പറയുക, റസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ
ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിൽ ഒരു മെത്തേഡാണ് നമ്മൾ എന്താ പറയുക പെയിൻറ് വാർണിഷസ് ഒക്കെ കോട്ട് ചെയ്യുന്ന ബാരിയർ മെത്തേഡ്. മറ്റൊരു മെത്തേഡാണ് ഗാൽവനൈസേഷൻ. മറ്റൊരു മെത്തേഡാണ് ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻസ് ഉപയോഗിക്കുക എന്നുള്ളത്. മറ്റൊരു മെത്തേഡാണ് സാക്രിഫൈഷ്യൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഒരു 2 മെത്തേഡെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. ആ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന 2 മെത്തേഡ് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺസെൻട്രേഷനും മോളാർ കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം അവർക്കിടയിലുള്ള ഇൻ്റർ അയോണിക് ഇൻട്രാക്ഷൻ കുറയുന്നത് കൊണ്ടാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഗ്രാഫ് നോട്ടിലേക്ക് വരക്കണം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലും വീക്ക് ഇലക്ട്രോലൈറ്റിലും ഒരേപോലെയല്ല കോൺസെൻട്രേഷൻ കുറയുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ റെഗുലർ ആയിട്ട് കൂടുന്നത് കാണാം, വീക്ക് ഇലക്ട്രോലൈറ്റിൽ എക്സ്പോണൻഷ്യൽ ആയിട്ട് കൂടുന്നത് കാണാം. ഓക്കെ, ഈ ഗ്രാഫ് നീട്ടി വരച്ചാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കിട്ടും. പക്ഷേ ഈ ഗ്രാഫ് നീട്ടി വരച്ചാൽ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടില്ല. അത് കിട്ടാൻ എന്താ മാർഗം? അത് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് കോൾറാഷ്യസ് ലോ പഠിക്കുക എന്നുള്ളതാ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ്. എന്താ കോൾറാഷ്യസ് ലോ? ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതിലുള്ള കാറ്റയോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മാണ്. അത്രയേ ഉള്ളൂ, വേറെ ഭീകരമായ കാര്യമൊന്നുമല്ല. ഇനി നോക്കടാ, കോൾറാഷ്യസ് ലോന്റെ 2 അപ്ലിക്കേഷൻ പഠിക്കുക. ഒന്ന്, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു അപ്ലിക്കേഷൻ. 2, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് രണ്ടാമത്തെ അപ്ലിക്കേഷൻ. അപ്പോൾ നമ്മുടെ കോൾറാഷ്യസ് ലോയും അതിൻ്റെ അപ്ലിക്കേഷനും പഠിക്കണം. ഇനി കോൾറാഷ്യസ് ലോന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മറ്റൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് NaCl, HCl, സോഡിയം അസറ്റേറ്റ് 3 പേരുടെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി തരും. എന്നിട്ട് അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണാൻ ചോദിക്കും. അപ്പോൾ കോൾറാഷ്യസ് ലോ പ്രകാരം സോഡിയം അസറ്റേറ്റിന്റെയും HClന്റെയും NaClന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാറ്റയോൺ പ്ലസ് ആനയോണാ. അത് എഴുതി വെക്കുക. എന്നിട്ടോ ഈ സോഡിയം അസറ്റേറ്റിന്റെയും HClന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആഡ് ചെയ്യുക. അതിൽ നിന്ന് NaClന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി മൈനസ് ചെയ്യുക. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ നമുക്ക് അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിക്ക് ആവശ്യമായ H+ന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി പ്ലസ് അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഇത് ഈ 2 പേരുടെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആഡ് ചെയ്ത് സോഡിയം ക്ലോറൈഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും. ഇത് മക്കളൊന്ന് പേപ്പറിൽ എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി മക്കളെ നോക്കൂ, ഡാനിയൽ സെല്ലിന്റെ സെൽ റെപ്രസെന്റേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഈ സെൽ അഥവാ EMF കാണാൻ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്, അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഡാനിയൽ സെല്ലിന്റെ ഒക്കെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ. ഡാനിയൽ സെല്ലിലെ കാഥോഡിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതുക, ആനോഡിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതുക. കാഥോഡ് മൈനസ് ആനോഡ് ചെയ്താൽ ഈ സെല്ല് കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആ. ഡാനിയൽ സെല്ലിലെ ഈ സെല്ല് എങ്ങനെയാണ് നേൺസ്റ്റ് ഇക്വേഷൻ വഴി നമുക്ക് കിട്ടുക? ഈ സെല്ല് ഇസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ 2 പ്ലസ്. ഇത് ഈ 3 ഇക്വേഷന് എഴുതി പഠിക്കൽ നിർബന്ധമാണ്. മോളാർ കണ്ടക്ടിവിറ്റി കാണാനുള്ള ഇക്വേഷൻ കപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ കെമിസ്ട്രി സെറ്റായി എന്നുള്ളതാണ്. ഇനി മക്കളെ കെമിക്കൽ കൈനറ്റിക്സിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചൊരു കാര്യമാണ് ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. എന്താ ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്? ഓർഡർ എന്ന് പറഞ്ഞാൽ റേറ്റ് ലോ എക്സ്പ്രഷനിലുള്ള റിയാക്റ്റന്റ് മോളിക്യൂൾസിന്റെ പവറിന്റെ സമ്മാണ്, എഴുതിയെടുത്തോ. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലുള്ള റിയാക്ടിങ് സ്പീഷീസിന്റെ സമ്മാണ്. ഓർഡർ എക്സ്പെരിമെന്റൽ കോൺസെപ്റ്റ്, ഇത് തിയററ്റിക്കൽ കോൺസെപ്റ്റ്. ഇതിന്റെ വാല്യൂ 0യും ഫ്രാക്ഷണലും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആവാം. ഇത് പോസിറ്റീവ് വോൾ നമ്പേഴ്സ് ആയിരിക്കും. ഇത് റിയാക്ഷൻ മെക്കാനിസത്തെ കുറിച്ചുള്ള ഐഡിയ നൽകുന്നുണ്ട്, എന്നാൽ ഇത് അങ്ങനെയുള്ള ഐഡിയ ഒന്നും നൽകുന്നില്ല. പഠിക്കണം. ഇനി ഇത് നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ
മോൾ റേസ് ടു 1 മൈനസ് എൻ ലിറ്റർ റേസ് ടു n മൈനസ് 1 സെക്കൻഡ് ഇൻവേഴ്സ്. എന്നിൻ്റെ സ്ഥാനത്ത് ഓർഡർ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഏത് ഓർഡർ റിയാക്ഷൻ്റെയും എന്താ പറയുക റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ എന്നല്ലേ പറഞ്ഞേ, എന്നിൻ്റെ സ്ഥാനത്ത് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എസ് ഇൻവേഴ്സ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഏതും ചോദിക്കാം. അപ്പോൾ ഇതങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഇനി മക്കളെ നോക്കൂ, എന്താണ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ? ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റൻസ് നേരെ പകുതിയാവാൻ എടുക്കുന്ന സമയമാണ്. അതിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് കാണാതെ പഠിക്കണം. എന്താ? 0.693 ഡിവൈഡഡ് ബൈ കെ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ കെൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. പക്ഷേ അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യൽ നിർബന്ധ. ബൈഹാർട്ട് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ഡെറിവേഷനും കൂടെ പഠിക്കണം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് കാണാനുള്ള ഡെറിവേഷൻ പഠിക്കണം. അത് ഞാൻ പറയാം, അത് ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇതിപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എന്താടാ മക്കളെ, എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? നമ്മൾ ഹയർ ഓർഡർ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്, പക്ഷേ കിട്ടുമ്പോൾ ചെറിയ ഓർഡർ ആയിരിക്കും. അതാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നോക്ക്, ഇവിടെ സുക്രോസിൻ്റെ ഹൈഡ്രോളിസിസിൽ രണ്ടാളുള്ളത് കൊണ്ട് റേറ്റ് ലോ എക്സ്പ്രഷൻ ഇങ്ങനെയും ഓർഡർ 2 ആ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വൽ ഓർഡർ 1 ആ. കാര്യം എന്താ? ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ വാട്ടർ എക്സസ് എമൗണ്ട് ഉണ്ടാവും. എക്സസ് എമൗണ്ട് ഉള്ള ആളെ നമ്മൾ റേറ്റ് ലോ എക്സ്പ്രഷനിൽ പരിഗണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓർഡർ 1 ആണ്. ആക്ച്വലി നമ്മൾ 2 ആണ് എക്സ്പെക്ട് ചെയ്യുക, കിട്ടുന്ന ഓർഡർ 1 ആ. അത്തരത്തിലുള്ള റിയാക്ഷൻ ആണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇതതിൻ്റെ എക്സാമ്പിൾ ആണ്. എഴുതിയെടുക്കണം മക്കളെ, നിങ്ങൾ എഴുതിയെടുക്കണം. ഇനി അറേനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ K is equal to A into E raised to minus EA by RT. By RT, K എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ്, A അറേനിയസ് കോൺസ്റ്റന്റ്, E ആക്ടിവേഷൻ എനർജി, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ. റെഡി? നോക്കൂ മക്കളെ, ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ ആവശ്യമായ മിനിമം എനർജിയാ, അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ ആവശ്യമായ മിനിമം എനർജിയാ. അത് കാണാനുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഇക്വേഷൻ ആണ് മെയിൻലി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. log K2 by K1 is equal to EA by 2.303 R into T2 minus T1 divided by T1 into T2. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇത് നിങ്ങൾ കൃത്യമായിട്ട് അങ്ങ് പഠിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. നോക്കൂ നിങ്ങൾ, ഇതെന്താ സാധനം? ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷനാണ്. കെ താഴേക്ക് കൊണ്ടുപോയി ടി മുകളിലേക്ക് കൊണ്ടുവന്നു. ഇനി ടി മാറ്റി ടി ഹാഫ് എന്നാക്കി. ടി മാറ്റി ടി ഹാഫ് എന്നാക്കുമ്പോൾ R എന്നുള്ളത് R0/2 ആവും. R0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2.303 ഇൻറ്റു log 2 എന്നാ വരിക. ഇത് ക്യാൻസൽ ചെയ്യുന്ന ഇവിടെ കാണിച്ചിട്ടുണ്ട്. log 2 എന്ന് പറഞ്ഞാൽ 0.3010. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.693 ഡിവൈഡ് ബൈ കെ എന്ന് വരും. ഇത് ഇങ്ങനെ ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. കാര്യം ഡിറൈവ് ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. മാത്രമല്ല ഫൈനൽ ഇക്വേഷൻ അല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. റെഡിയാണല്ലോടാ? ഇത്ര പഠിച്ചാൽ മതി. കെമിക്കൽ കൈനറ്റിക്സിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു വെക്കുക. ഇനി നോക്കൂ, ഡിയാൻഡെഫിൽ ആദ്യം തന്നെ അറിയേണ്ടത് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താ, അതിൻ്റെ റീസൺ എന്താ, അതിൻ്റെ കോൺസിക്വൻസ് എന്താ. എന്താ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? ലാന്തനോയിഡ്സ് ഒന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ റെഗുലർ ആയിട്ട് സൈസ് കുറഞ്ഞു വരും. അതാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് പുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് എഫ് ഓർബിറ്റലും, അതേപോലെ തന്നെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതുമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, പുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് എഫ് ഓർബിറ്റൽ. ഇതിൻ്റെ കോൺസിക്വൻസ് എന്താ? ഇതിൻ്റെ കോൺസിക്വൻസ് 4D ആൻഡ് 5D സീരീസ് ഓൾമോസ്റ്റ് സെയിം അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസാണ് കാണിക്കുക. സിർക്കോണിയും അഫ്നിയും ഒരേ പ്രോപ്പർട്ടീസാണ് കാണിക്കുക. അതേപോലെ ലാന്തനോയിഡ്സ് ഒരേ സൈസുള്ള ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എന്താ പറയുക ആളുകളാണ്. ഒരേ സൈസുള്ള ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആളുകളാണ്. അവൾ കൂട്ടമായിട്ടാണ് നിൽക്കുക. അങ്ങനെ അവർ കൂട്ടമായി നിന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരാളെ സെപ്പറേറ്റ് ചെയ്യൽ എന്താ ഡിഫിക്കൽട്ടാണ് എന്നുള്ളത് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ്റെ ഒരു കോൺസിക്വൻസാണ്. ലാന്തനോയിഡ്സ് നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ലാന്തനോയിഡ്സിൻ്റെ ഹൈഡ്രോക്സൈഡുകളുടെ ബേസിക് സ്ട്രെങ്ത് കുറയുന്നതും നമ്മൾ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ്റെ കോൺസിക്വൻസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. അതങ്ങനെ തന്നെ പഠിക്കണം. ഇനി മക്കളെ നോക്കൂ, ലാന്തനോയിഡ്സ് അതേപോലെ ആക്ടിനോയിഡ്സ്, അതേപോലെ ട്രാൻസിഷൻ മെറ്റൽസ്,
എസ്പെഷ്യലി ഡി ബ്ലോക്ക് നമുക്ക് എടുക്കാം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അവർ കളേർഡ് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് അവർ കളേർഡ് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ കയ്യിൽ അൺപെയ്ഡ് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കും? ഡി ട്രാൻസിഷൻ നടക്കും. മക്കളെ, അൺപെയ്ഡ് ഇലക്ട്രോണുകൾക്ക് ഡി ട്രാൻസിഷൻ നടക്കുന്നത് കൊണ്ടാണ് അവർ കളേർഡായി മാറുന്നത്. നോക്കൂ നിങ്ങൾ, ഇവിടെ സ്കാൻഡിയം 3+ കളർലെസ്സാ, ടൈറ്റാനിയം 4+ കളർലെസ്സാ. കാര്യം എന്താ? അവരെ കയ്യിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല, അതുകൊണ്ട് ഡി ട്രാൻസിഷൻ ഇല്ല. എന്നാൽ ഇവർക്ക് കളർ ഉണ്ട്. കാര്യം എന്താ? അവരെ കയ്യിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്, അതുകൊണ്ട് ഡി ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം, ശ്രദ്ധിക്കണം നമ്മൾ. പിന്നെ മക്കളെ, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ. സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് √n × n+2. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. ഈ ക്വസ്റ്റ്യനിൽ അറ്റോമിക് നമ്പർ 25 ആണ്. അറ്റോമിക് നമ്പർ 25 ആണ് മാംഗനീസ്. പക്ഷേ ഡൈവാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Mn2+ ആണ്. അപ്പോൾ 5 ഇലക്ട്രോൺ ആണ് ഡിയിലുള്ളത്. അപ്പോൾ 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 5 കൊടുക്കുക, അപ്പോൾ √35 ബോർ മാഗ്നറ്റോൺ കിട്ടും. അപ്പോൾ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ കൃത്യമായി പഠിക്കണം. അവിടുന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതേപോലെ മക്കളെ, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്രോമൈറ്റോറിൽ നിന്ന് ക്രോമൈറ്റോറിൽ നിന്ന് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടാക്കുന്ന ആ 3 സ്റ്റെപ്പുകൾ വളരെ ക്ലിയർ കട്ടായിട്ട് അങ്ങ് പഠിച്ചേക്ക്. ക്രോമൈറ്റോറിലേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്ത് ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ സോഡിയം ക്രോമേറ്റ് കിട്ടും. സോഡിയം ക്രോമേറ്റിനെ അസിഡിഫൈ ചെയ്യാൻ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചാൽ സോഡിയം ഡൈക്രോമേറ്റ് കിട്ടും. സോഡിയം ഡൈക്രോമേറ്റിലേക്ക് പൊട്ടാസ്യം ക്ലോറൈഡ് ആഡ് ചെയ്താൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്തത്, ട്രാൻസിഷൻ എലമെന്റ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ട്രാൻസിഷൻ എലമെന്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ കാര്യം n-1 ഡിയുടെയും nsന്റെയും എനർജീസ് ഓൾമോസ്റ്റ് സെയിമാ. അപ്പൊ 2 ഓർബിറ്റൽസ് നിന്ന് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് എ റീസൺ. 3D സീരീസിൽ ഏറ്റവും ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ +7 ആണ്. അതാരാ കാണിക്കുന്നത്? മാംഗനീസാ കാണിക്കുന്നത് കേട്ടോ. ഇനി ക്രോമേറ്റിന്റെയും ഡൈക്രോമേറ്റിന്റെയും സ്ട്രക്ചർ ടെട്രാഹിഡലാണ്. ഒന്ന് വരച്ചു പഠിച്ചാൽ നല്ലതാണ്. ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസിൽ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്താ റീസൺ? അവർക്ക് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ കഴിയും. കോംപ്ലക്സ് ഫോർമേഷൻ പോസിബിൾ ആണ്. റിയാക്ഷൻ നടത്താൻ ആവശ്യമായ സർഫസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവരെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും പഠിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ആയിട്ട് സെറ്റാക്കി അങ്ങ് പോയി കഴിഞ്ഞാൽ നാളെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി മക്കളെ, കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ മക്കളെ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്, ബൈഡെൻഡേറ്റ് ലിഗാൻഡ്, പോളിഡെൻഡേറ്റ് ലിഗാൻഡ്. ഒരു കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡോണർ ഉള്ള ആളാണ് മോണോഡെൻഡേറ്റ്. അതിൻ്റെ എക്സാമ്പിൾ ബൈഡെൻഡേറ്റിൻ്റെ എത്തിലീൻ ഡയമൈനും ഓക്സലേറ്റ് അയോണും എക്സാമ്പിൾ. പോളിഡെൻഡേറ്റിൽ എത്തിലീൻ ഡയമൈൻ ടെട്രാസെറ്റേറ്റ്, അത് ഹെക്സാഡെൻഡേറ്റ് ആണ്. അത് പോളിഡെൻഡേറ്റിൻ്റെ എക്സാമ്പിളാണ്. മക്കളെ, ഇത് പഠിക്കണേ. മോണോ, ബൈ, പോളി വിത്ത് എക്സാമ്പിൾ പഠിക്കണം. പിന്നെന്താ വേണ്ടത്? ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് തന്നാൽ അതിൻ്റെ പേരെഴുതാൻ നമുക്ക് കഴിയണം. നോക്കൂ നിങ്ങൾ, ഇവിടെ 2 ബ്രോമിൻ പുറത്ത് 2-, അപ്പോൾ കോംപ്ലക്സ് +2 ആണ് വരിക. ഇവിടെ ബ്രോമിൻ -1, അമോണിയ ന്യൂട്രൽ ആണ്. അപ്പോൾ -1നെ +2 ആക്കണമെങ്കിൽ കൊബാൾട്ട് +3. അപ്പോൾ ഇവിടെ 5 അമൈൻ ഉണ്ട്. അപ്പോൾ പെൻറ്റാ അമൈൻ. ഒരു ബ്രോമിൻ, അപ്പോൾ ബ്രോമിഡോ, പെൻറ്റാ അമൈൻ ബ്രോമിഡോ. കൊബാൾട്ട്, പെൻറ്റാ അമൈൻ ബ്രോമിഡോ കൊബാൾട്ട്. കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 3. അപ്പോൾ 3 പുറത്താരാളുള്ളത്? ബ്രോമൈഡ്. അപ്പോൾ മക്കളെ, ഇങ്ങനെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നാൽ അതിൻ്റെ IUPAC നെയിം എഴുതാൻ തീർച്ചയായും നമ്മൾ പഠിച്ചിരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞാൽ നോക്കൂ മക്കളെ, ഒരു കോംപ്ലക്സ് ഇങ്ങനെ തരും. വാലൻസ് ബോണ്ട് തിയറി പ്രകാരം അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ, അതിൻ്റെ ഷേപ്പ് കാണാൻ പറയും. അപ്പോൾ ഇതേപോലെ നോക്ക്, കൊബാൾട്ടിൻ്റെ കോൺഫിഗറേഷൻ എഴുതി. കൊബാൾട്ട് 3+ ആയതുകൊണ്ടാണ് 4s നിന്ന് 2 പോയി 3D7 വരേണ്ടത്, അതിനൊന്ന് പോയി. ഓക്കെ, ഇനി ഇവിടെ വരുന്ന ലിഗാൻഡ് അമോണിയ ആയതുകൊണ്ട് പെയറിങ് നടക്കും. കാരണം ഇയാൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. പെയറിങ് നടന്നു. അപ്പോൾ ഈ 3 ഓർബിറ്റലിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പെയർ ചെയ്തു. ഇനി അതിലേക്ക് 6 അമോണിയല്ലേ വരുന്നത്. അപ്പോൾ 1, 2, 3, 4, 5, 6.
അപ്പോൾ 2D ഒരു S 3P, അപ്പോൾ D2sp3 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഈ 6 സെയിം എനർജിയും ഐഡന്റിക്കൽ ഷേപ്പുള്ള D2sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിലേക്ക് 6 NH3 വന്ന് ഓരോ പെയർ ഇലക്ട്രോൺസ് കൊടുക്കും. അങ്ങനെയാണ് ഈ കോംപ്ലക്സ് ഉണ്ടാവുന്നത്. ഇനി D2sp3 ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് ഒക്ടാഹിഡ്രൽ ആണ് ഷേപ്പ്. എല്ലാ ഓർബിറ്റലും പെയർഡ് ആയതുകൊണ്ട് അയാൾ ഡയാമാഗ്നറ്റിക് ആണ്. ഇനി ഉള്ളിലുള്ള D ആണ് ഉപയോഗിച്ചതെന്നുള്ളത് കൊണ്ട് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. അൺപെയ്ഡ് ഇലക്ട്രോൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലോ സ്പിൻ കോംപ്ലക്സുമാണ്. ചിത്രം വരയ്ക്കാൻ അറിയണം. അപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക, ഈ കോംപ്ലക്സ് എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഏത് കോംപ്ലക്സ് വന്നാലും അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ കാണാൻ, അതിൻ്റെ ഷേപ്പ് കാണാൻ, പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് കാണാൻ, ഇന്നർ ആണോ ഔട്ടർ ആണോ എന്ന് കാണാൻ, ലോ സ്പിൻ ആണോ ഹൈ സ്പിൻ ആണോ എന്ന് കാണാൻ അറിയണം. ഇവിടെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വന്നതുകൊണ്ടാണ് പെയറിങ് നടന്നത്, അല്ലെങ്കിൽ പെയറിങ് നടക്കില്ലായിരുന്നു. അറിയണം കേട്ടോ മക്കളെ. നോക്കൂ, 4 സ്ട്രക്ചറൽ ഐസോമറിസങ്ങളുണ്ട്. ഏതാ? ഒന്ന് അയോണൈസേഷൻ. സെയിം മോളിക്കുലാർ ഫോമുലയായിരിക്കും, പക്ഷെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോണുകൾ ഡിഫറെൻ്റ് ആണെങ്കിൽ അയോണൈസേഷൻ ഐസോമറിസം. ലിങ്കേജ് ഐസോമറിസം. ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് വരുമ്പോഴാണ് ലിങ്കേജ് ഐസോമറിസം കാണിക്കുക. ആംബിഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് മോണോഡെൻഡേറ്റ് ആണ്, പക്ഷെ ഒന്നിൽ കൂടുതൽ ഡോണർ ആറ്റങ്ങൾ ഉണ്ടാവും. NO2 അതിൻ്റെ എക്സാമ്പിളാണ്. എന്നും ഡോണർ ആറ്റം ആണ്, ഓക്സിനും ഡോണർ ആറ്റം ആണ്, പക്ഷെ അറ്റ് എ ടൈം ഒരാളെ ഡൊണേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ലിങ്കേജ് ഐസോമറിസം എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലാർ ഫോമുലയാ, പക്ഷേ ആംബിഡെൻഡേറ്റ് ലിഗാൻഡിൽ ഏത് ആറ്റമാണ് സെൻട്രൽ ആറ്റവുമായിട്ട് ലിങ്ക് ചെയ്തത് എന്നതിലാണ് ഡിഫറൻസ് ഉണ്ടാവുക. എന്നാൽ സോൾവേറ്റ് ഐസോമറിസം അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ഐസോമറിസം എന്താ? സെയിം മോളിക്കുലാർ ഫോമുലയാ, പക്ഷെ ലിഗാൻഡ് ആയിട്ട് വരുന്ന വാട്ടർ മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ സോൾവെന്റ് മോളിക്യൂൾസിൻ്റെ എണ്ണത്തിൽ ഡിഫറൻറ്റ്. ഇവിടെ 6 വാട്ടറും ലിഗാൻഡാ, ഇവിടെ 6 വാട്ടർ ഉണ്ട്, പക്ഷേ 5 എണ്ണേ കോർഡിനേഷൻ സ്ഫിയറിന് അകത്തുള്ളൂ. അപ്പോൾ 5 വാട്ടർ ലിഗാൻഡേ ഉള്ളൂ. അപ്പോൾ വാട്ടറിൻ്റെ എണ്ണത്തിൽ ലിഗാൻഡ് ആയിട്ട് വരുന്ന വാട്ടർ മോളിക്യൂളിൻ്റെ എണ്ണത്തിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് സോൾവേറ്റ് ഐസോമറിസം ആണ്. ഇനി ഒരേ മോളിക്കുലാർ ഫോമുലയാണ്, ലിഗാൻഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കോർഡിനേഷൻ ഐസോമറിസമാണ്. അപ്പോൾ 4 സ്ട്രക്ചറൽ ഐസോമറിസം പഠിച്ചാൽ പോരാ, 4 എണ്ണത്തിനും ഓരോ എക്സാമ്പിളും കൂടെ അറിഞ്ഞിരിക്കൽ മക്കളെ നിർബന്ധമുള്ള കാര്യമാണ്. ഓക്കെ, ഇത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെന്താ, 2 ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് ഉണ്ട്, പക്ഷെ ഇയാൾ ഡയാമാഗ്നറ്റിക് ആണ്, ഇയാൾ പാരാമാഗ്നറ്റിക്. എന്തായിരിക്കും കാര്യം മക്കളെ? ഇവിടെ NH3ന്റെ പ്രത്യേകത എന്താ? അയാൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പൊ അവിടെ എന്ത് നടക്കും? പെയറിങ് നടക്കും. പെയറിങ് നടന്നാൽ അവിടെ നോ അൺപെയ്ഡ് ഇലക്ട്രോൺ. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവില്ല. അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ലെങ്കിൽ അയാള് ഡയാമാഗ്നറ്റിക് ആണ്. എന്നാൽ ഫ്ലൂറിൻ ഹാലോജൻ അയാള് മക്കളെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. വീക്ക് ഫീൽഡ് ലിഗാൻഡാ. അപ്പൊ അവിടെ നോ പെയറിങ് ഉണ്ടാവില്ല. അപ്പൊ അവിടെ ആരുണ്ടാവും? അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവും. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അയാൾ എന്ത് മാഗ്നറ്റിക് ആടാ? പാരാമാഗ്നറ്റിക്. ഈ ഐഡിയ ആണ് ഉണ്ടാവേണ്ടത് കേട്ടോ. 2 കോംപ്ലക്സിൽ ഒരാൾ പാര മറ്റേ ഡേ ആണെങ്കിൽ പാരയിൽ എന്തായിരിക്കും? മിക്കവാറും അവിടെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കും, പെയറിങ് നടന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്, പാര. ഇവിടെ നേരെ ഓപ്പോസിറ്റും ആയിരിക്കും. ഓക്കെ ആണോ മക്കളെ? യെസ്. ഈ ആളുടെ എന്താ കാണാൻ പറഞ്ഞേ? പ്രൈമറി വാലൻസി, അതേപോലെ സെക്കൻഡറി വാലൻസി. മക്കളെ, പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പറാ. സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ നമ്പറാ. ഇയാൾ ന്യൂട്രൽ ലിഗാൻഡ് ആണ്, കോംപ്ലക്സ് ന്യൂട്രൽ, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ 0. എന്നാൽ കോർഡിനേഷൻ നമ്പർ 4 ലിഗാൻഡ് ഉണ്ട്, 4 മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്, അപ്പോൾ കോർഡിനേഷൻ നമ്പർ 4. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ചെയ്ത് പഠിക്കണം. ഓക്കെ, അത്ര പഠിച്ചാൽ മതി, കോർഡിനേഷനിൽ അത്ര പഠിച്ചാൽ മതി. ആ കാര്യങ്ങളൊന്ന് നീറ്റായിട്ട് സെറ്റാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി മക്കളെ, ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറൈൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആൽക്കഹോളിൽ നിന്ന് ഹാലോ ആൽക്കെയിൻ ഉണ്ടാക്കുമ്പോൾ യൂസിങ് SOCl2 അഥവാ തയോണൈൽ ക്ലോറൈഡ് ആണ് ബെസ്റ്റ് മെത്തേഡ്. എന്തുകൊണ്ടാ? കാരണം അവിടെ ബൈ പ്രോഡക്റ്റ് HClഉം SO2ഉം ആരാണ്? ഗ്യാസുകളാണ്. അവർ അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ ഹാലോ ആൽക്കെയിൻ കിട്ടും. അതുകൊണ്ടാണ് ഇത് ബെസ്റ്റ് മെത്തേഡാന്ന് പറയുന്നത്, മറക്കരുത്. അടുത്തത് മക്കളെ നോക്കൂ, ബ്രോമോ ഈത്തൈനിനെ സോഡിയം അയോഡൈഡുമായി അസറ്റോൺ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ
അയഡോമീത്തേൻ കിട്ടുക. മക്കളെ ഇവിടെ എന്താ സംഭവിച്ചേ? Br- അങ്ങോട്ട് പോയി, I- ഇങ്ങോട്ട് വന്നു. ഇതെന്താ പരിപാടി? ഇതിനെയാണ് നമ്മൾ ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. എന്താണ്? ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. മക്കളെ ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കേണ്ടതാണ്. ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിനെ സോഡിയം അയോഡൈഡുമായിട്ട് അസറ്റോൺ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്ത് അയോഡോ ആൽക്കെയിൻ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ, മറക്കരുത്. അടുത്തത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഹാലോ അറീൻസിൽ ലെസ് റിയാക്റ്റീവ് ആവാൻ കാര്യം എന്താ? അവിടെ റെസൊണൻസ് ഉള്ളതുകൊണ്ട് കാർബൺ ഹാലോജന് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. sp2 ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് ബോണ്ട് ലെങ്ത് കുറവും ബോണ്ട് സ്ട്രെങ്ത് കൂടുതലുമാണ്. റിപ്പൾഷൻ ബിറ്റ്വീൻ ഫിനൈൽ ഗ്രൂപ്പ് ആൻഡ് ന്യൂക്ലിയോഫൈൽ. ഫിനൈൽ കാർബോകാറ്റയോൺ ഹൈലി എന്താണ്? അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, ഈ 4 റീസൺസ് പ്രധാനമാണ്. ഇതുകൊണ്ടാണ് ഹാലോ അറീൻസിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ലെസ് റിയാക്റ്റീവ് ആവുന്നത്. അടുത്തത് മക്കളെ SN1ഉം SN2ഉം തമ്മിലുള്ള ഡിഫറൻസ് നല്ല ക്ലിയർ കട്ടായിട്ട് പഠിച്ചോ. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. SN1 2 സ്റ്റെപ്പാണ്, അത് സിംഗിൾ സ്റ്റെപ്പ്. ഇവിടെ ബ്രേക്കിംഗ് ഫസ്റ്റ് സ്റ്റെപ്പിൽ, മേക്കിംഗ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ. അവിടെ രണ്ടും ഒരുമിച്ചാ. ഇവിടെ ഇന്റർമീഡിയറ്റ് ഉണ്ട്, അവിടെ ഇല്ല. ഇവിടെ ഓർഡർ മോളിക്കുലാറ്റ് ഒക്കെ 1, അവിടെ 2 ആണ്. ഇവിടെ റെസിമൈസേഷൻ നടക്കുമ്പോൾ അവിടെ ഇൻവേർഷനാണ് നടക്കുക. ഇവിടെ റിയാക്ടിവിറ്റി തെർഷറി സെക്കൻഡറി പ്രൈമറി ആണെങ്കിൽ അവിടെ പ്രൈമറി സെക്കൻഡറി തെർഷറിയാണ്. SN1ഉം SN2ഉം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ മക്കളെ ചുരുക്കമാണ്. അതുകൊണ്ട് ഇത് നല്ല ക്ലിയർ കട്ടായിട്ട് എഴുതിയെടുക്കുക, പറഞ്ഞു പഠിക്കുക. ഇനി നോക്കൂ നിങ്ങൾ, ആൽക്കൈൽ ഹാലൈഡിനെ മെഗ്നീഷ്യവുമായി ഡ്രൈ ഈതർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്താൽ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെയും അതേപോലെ തന്നെ ഹാലോജൻ്റെയും ഇടയിൽ മെഗ്നീഷ്യം വരും. ഇതിനെയാണല്ലോ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയാ. ഇതിനെ നമ്മൾ ഡ്രൈ കണ്ടീഷനിൽ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് ആൽക്കൈനായിട്ട് മാറും, ഈത്തൈനായിട്ട് മാറും. അറിയണം, ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ ഫോർമേഷൻ ഇമ്പോർട്ടൻ്റ്. ഇനി ഇത് ബ്രോമോ ബെൻസീൻ, ഇത് ബ്രോമോ ഈത്തൈൻ, സോഡിയം മെറ്റൽ. ഇതെന്താടാ സാധനം? ഇത് വൂഡ്സ് ഫിറ്റിക് റിയാക്ഷനാ. വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു റിയാക്ഷനാണ്. വൂഡ്സ് ഫിറ്റിക് റിയാക്ഷനിൽ ബെൻസീൻ റിങ്ങിന്റെ മുകളിലേക്ക് ആൽക്കൈൽ ലൂപ്പ് പോകും. ഇവിടെ ഈത്തൈൽ ലൂപ്പാണുള്ളത്, CH2 CH3, ഈത്തൈൽ ബെൻസീൻ ഉണ്ടാവും. ഇത് വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി മക്കളെ നോക്കൂ, ക്ലോറോഫോമിനെ ഡാർക്ക് ബോട്ടിൽ അപ് ടു ദി നെക്ക് വരെ ഫില്ല് ചെയ്ത് സ്റ്റോർ ചെയ്യണം. അല്ലെങ്കിൽ അത് ലൈറ്റിൻ്റെ പ്രസൻസിൽ സ്ലോലി ഓക്സിഡൈസ് ചെയ്തിട്ട് ഫോസ്ജീൻ എന്ന് പറയുന്ന ഹൈലി പോയിസണസ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ടാവും. അതുണ്ടാവുന്നത് തടയാനാണ് നമ്മൾ അങ്ങനെ സ്റ്റോർ ചെയ്യണം എന്ന് പറയുന്നത്. അടുത്തത് ബെൻസീൻ ഡയസോണിയം സാൾട്ടിനെ, ക്ലോറൈഡിനെ കോപ്പർ ഹാലൈഡും HXുമായി ട്രീറ്റ് ചെയ്താൽ ഹാലോ അറീൻ ഉണ്ടാവും. അതിനെയാണ് സാൻമേസ് റിയാക്ഷൻ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ കോപ്പർ പൗഡറും HXുമായി ട്രീറ്റ് ചെയ്താലും ഹാലോ അറീൻ ഉണ്ടാവും. അതിനെയാണ് ഗാറ്റർമാൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ സാൻമേസ് റിയാക്ഷനിൽ കോപ്പർ ഹാലൈഡും HXും, ഗാറ്റർമാൻ റിയാക്ഷനിൽ കോപ്പർ പൗഡറും HXും. ഓക്കെ, ഇതൊന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് പഠിക്കണേടാ. യെസ്. ഇനി ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOHുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ബീറ്റ എലിമിനേഷനാണ് നടക്കുക. പക്ഷെ 2 ബീറ്റ വന്നാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂളിൻ്റെ പേര് സെയ്റ്റ്സഫ് റൂള് എന്നാണ്. സെയ്റ്റ്സഫ് റൂള് പറയുന്നത് കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് അടങ്ങിയ ആൽക്കീൻ ആയിരിക്കണം മേജർ പ്രോഡക്റ്റ് എന്നാ. അതായത് ഈ ബീറ്റേന്ന് H പോയാൽ ബ്യൂട്ട് 1 കിട്ടുക, അപ്പോൾ ഒരു ആൽക്കൈൽ ഗ്രൂപ്പുള്ള ആൽക്കീനാണ്. എന്നാൽ ഈ ബീറ്റേന്ന് H പോയാൽ ബ്യൂട്ട് 2 കിട്ടുക. ഇവിടെയും 2 സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ് വരും. അപ്പോൾ ഇതായിരിക്കും മേജർ പ്രൊഡക്റ്റ്. അതാണ് ആര് പറയുന്നത്? സെയ്റ്റ്സഫ് റൂള് പറയുന്നത്. കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പുള്ള ആൽക്കീനാണ് എലിമിനേഷൻ റിയാക്ഷനിലെ മേജർ പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഇനി മക്കളെ, KCN ആഡ് ചെയ്യുമ്പോൾ സയനൈഡ്, AgCN ആഡ് ചെയ്യുമ്പോൾ ഐസോസയനൈഡ്. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഉണ്ടാവരുത്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ KCN ആഡ് ചെയ്യുമ്പോൾ സയനൈഡ്, AgCN ആഡ് ചെയ്യുമ്പോൾ ഐസോസയനൈഡ്. ഓർത്തിരിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. 2 ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം മെറ്റലുമായി ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്താൽ ആ ബെൻസീനുകൾ ജോയിൻ ചെയ്ത് ബൈഫിനൈൽ ഉണ്ടാവും. ഇതിനെയാണ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് വിളിക്കുക.
ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വുഡ്സ്-വിറ്റിക് റിയാക്ഷൻ. ഇനി നോക്കൂ, ബ്രോമോസൈക്ലോഹെക്സൈനെ മെഗ്നീഷ്യവുമായി ട്രീറ്റ് ചെയ്താൽ മെഗ്നീഷ്യം നേരെ മിഡിൽ വന്ന് ഗ്രിഗ്നാർഡ് റിയേജന്റ് ഉണ്ടാവും. അതിനെ ഡ്രൈ കണ്ടീഷനിൽ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ മോയ്സ്ചറുമായി റിയാക്ട് ചെയ്തിട്ട് ആൽക്കെയിൻ ഉണ്ടാവും. അത് നേരത്തെ സൂചിപ്പിച്ചതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ റെഡിയാണല്ലോ? ഇത്ര മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ SN1 SN2 ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ലെസ് റിയാക്റ്റീവ് ആവാനുള്ള കാര്യം, KCN AgCN, ഓക്കെ, വുഡ്സ് റിയാക്ഷന്, വുഡ്സ്-വിറ്റിക് റിയാക്ഷന്, ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ കേസ്, തയോണൈൽ ക്ലോറൈഡിന്റെ കേസ്, അതേപോലെ ഫോസ്ജീനിന്റെ കാര്യമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് മറികടക്കാം. ഓക്കെ, ഇനി മക്കളെ ആൽക്കഹോളിന്റെ കേസിൽ ലുക്കാസ് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി, സെക്കൻഡറി, തെർഷറി ആൽക്കഹോൾസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റാണ് ലുക്കാസ് ടെസ്റ്റ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ലുക്കാസ് റിയേജന്റ് ആണ് കോൺസെൻട്രേറ്റഡ് HCl അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. ഓക്കെ, അത് തെർഷറിയിലേക്ക് ആഡ് ചെയ്താൽ ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി കിട്ടും. സെക്കൻഡറിയിലേക്ക് ആഡ് ചെയ്താൽ ടെർബിഡിറ്റി വിത്തിൻ 5 minutes ആണ്. പ്രൈമറിയിലേക്ക് ലുക്കാസ് റിയേജന്റ് ആഡ് ചെയ്തിട്ട് കാര്യമില്ല, അവിടെ റിയാക്ഷൻ നടക്കില്ല. ഇങ്ങനെയാ ലുക്കാസ് ടെസ്റ്റ് വഴി പ്രൈമറി, സെക്കൻഡറി, തെർഷറി ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. അതേപോലെ മക്കളെ ഫിനോളിലേക്ക് നൈട്രേഷൻ നടത്തുന്നതും ബ്രോമിനേഷൻ നടത്തുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ഉപയോഗിച്ചാൽ ഓർത്തോനൈട്രോ ആൻഡ് പാരാനൈട്രോ ഫിനോൾ കിട്ടും. നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ഉപയോഗിച്ചാൽ പിക്രിക് ആസിഡ് ആണ് കിട്ടുക. നിങ്ങൾ ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2,4,6 ട്രൈബ്രോമോ ഫിനോളാണ് കിട്ടുക. എന്നാൽ കാർബൺ ഡൈസൾഫൈഡ് മീഡിയത്തിൽ ചെയ്താൽ ഓർത്തോ ബ്രോമോ ഫിനോളും പാരാബ്രോമോ ഫിനോളും കിട്ടും. രണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എത്തനോളിൻ്റെ പ്രിപ്പറേഷൻ. സുക്രോസിനെ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. ഗ്ലൂക്കോസിനെ സൈമേസ് എന്ന് പറയുന്ന ആൾ എത്തനോളാക്കി മാറ്റും. ആ എത്തനോൾ ഡ്രിങ്കിങ് ആൽക്കഹോളാണ്. അതിന് ഡ്രിങ്കിങ് പർപ്പസിന് അൺഫിറ്റ് ആക്കി മാറ്റുന്ന പരിപാടിയാണ് ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ. അത് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്തും പിരിഡിൻ ആഡ് ചെയ്തും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചെയ്യാറുണ്ട്. നോട്ട് ചെയ്യണേ. ഇനി മക്കളെ നോക്കൂ, ഫിനോളിനെ ക്ലോറോഫോമും NaOHുമായി 340 ട്രീറ്റ് ചെയ്താൽ സാലിസിലാൽഡിഹൈഡിന്റെ സോഡിയം സാൾട്ട് കിട്ടും. അതിനെ അസിഡിഫൈ ചെയ്താൽ സാലിസിലാൽഡിഹൈഡ് കിട്ടും. ഇതിനെയാണ് റീമർ-ടീമാൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. ഇത് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് റീമർ-ടീമാൻ റിയാക്ഷൻ. ഫിനോളിനെ നമ്മൾ ക്രോമിക് ആസിഡിന്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇതാണ്, ബെൻസോക്വിനോൺ എന്നാണ് പേര്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. ഇനി മക്കളെ അസറ്റാൽഡിഹൈഡിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും. ഫോർമാൽഡിഹൈഡിനെ ട്രീറ്റ് ചെയ്താൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടും. അസറ്റോണിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്താൽ ടെർഷറി ആൽക്കഹോൾ. നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി മക്കളെ വില്യംസൺ സിന്തസിസ്, അതേപോലെ കോൾബ്സ് റിയാക്ഷൻ. ഓക്കെ, വില്യംസൺ സിന്തസിസ് അതേപോലെ കോൾബ്സ് റിയാക്ഷൻ. എന്താണ് വില്യംസൺ സിന്തസിസ്? മക്കളൊന്ന് ശ്രദ്ധിക്കണേടാ. ഒരു ആൽക്കൈൽ ഹാലൈഡിനെ നമ്മൾ സോഡിയം ആൽക്കോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യാം. അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ സോഡിയവും ക്ലോറിനും പുറത്തേക്ക് പോകും. എന്നിട്ട് നമുക്ക് CH3OCH3 തരും. ഓക്കെ, NaCl പോയിട്ട് ഒരു മെത്തോക്സി മീത്തേൻ ഉണ്ടാവും. അതായത് ഒരു ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം ആൽക്കോക്സൈഡുമായി ട്രീറ്റ് ചെയ്ത് ഈത്തർ ഉണ്ടാക്കുന്ന റിയാക്ഷന്റെ പേരാണ് വില്യംസൺ സിന്തസിസ്. പഠിക്കാതെ മക്കളെ പോവരുത്, ഇമ്പോർട്ടൻ്റാ. ഇനി ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്. ഇതെന്താ? ഇത് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷനാണ്. എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷനാണ്. എന്താ എസ്റ്ററിഫിക്കേഷൻ? ഒരു കാർബോക്സിലിക് ആസിഡിനെ ആൽക്കഹോളുമായിട്ട് കോൺസെൻട്രേറ്റഡ് ആസിഡിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്താൽ വാട്ടർ പോയിട്ട് എസ്റ്റർ ഉണ്ടാവും. അതാണ് എസ്റ്ററിഫിക്കേഷൻ. ഇനി നോക്ക്, സോഡിയം ഫിനോക്സൈഡിനെ കാർബൺ ഡയോക്സൈഡുമായിട്ട് 400 കെൽവിനിലും 4 to 7 atm പ്രഷറിലും ട്രീറ്റ് ചെയ്താൽ സാലിസിലിക് ആസിഡിന്റെ സോഡിയം സാൾട്ട് കിട്ടും. അതിനെ അസിഡിഫൈ ചെയ്താൽ സാലിസിലിക് ആസിഡ് കിട്ടും. ഇതിനെയാണ് കോൾബ്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക. ഈ കിട്ടിയ സാലിസിലിക് ആസിഡിനെ അസൈലേഷൻ നടത്തിയാൽ ആസ്പിരിൻ കിട്ടും. ആസ്പിരിന് ആൻറ്റിപൈററ്റിക്സും അനാൾജസിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗൊക്കെയാണ്. വളരെ പ്രധാനപ്പെട്ട ഉപയോഗമുള്ള ആളാണ് ആസ്പിരിൻ, അറിഞ്ഞിരിക്കുക മക്കളെ. അടുത്തത് എന്താണ് നോക്കൂ നിങ്ങൾ. ഫിനോള് നമ്മൾ സാധാരണ എവിടെ നിന്ന് ഉണ്ടാക്കുക? ക്യുമീനിൽ നിന്ന്.
ക്യുമീനിന് എയർ ഓക്സിഡേഷൻ നടത്തിയാൽ ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ് ഉണ്ടാവും. അതിന് ഡൈല്യൂട്ട് ആസിഡുമായി ട്രീറ്റ് ചെയ്താൽ ഫിനോൾ ഉണ്ടാവും. ഒന്നുമില്ല, ഇത് പേപ്പറിലേക്ക് അങ്ങ് എഴുതുക, മനസ്സിൽ പറഞ്ഞു നോക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി എന്താ, ഫിനോളിന് സിങ്ക് ഡസ്റ്റുമായിട്ട് ഹീറ്റ് ചെയ്താൽ സിങ്ക് ഓക്സിജനെ കൊണ്ടുപോകും, നമുക്ക് ബെൻസീന് കിട്ടും. എന്താ കിട്ടുക? ബെൻസീൻ. ഇമ്പോർട്ടൻ്റ് ആണ് അത് കേട്ടോ, ബെൻസീൻ ആണ് കിട്ടുക. നമ്മുടെ എത്തനോളും മെത്തോക്സി മീത്തേനും ഫങ്ഷണൽ ഐസോമേഴ്സാണ്. പക്ഷേ ആൽക്കഹോളിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടാൻ കാര്യം അവർക്കിടയിൽ എന്തുള്ളത് കൊണ്ടാണ്? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട്. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതുകൊണ്ട് അതൊന്ന് പഠിക്കണേടാ. ഇതിൽ ആൽക്കഹോളിൽ കുറച്ച് പ്രധാനപ്പെട്ട റിയാക്ഷൻസ് ഉണ്ട്. കോൾസ് റിയാക്ഷൻ, റീമർട്ടിമാൻ റിയാക്ഷൻ ഉണ്ട് അല്ലേ, അതേപോലെ വില്യംസൺ സിന്തസിസ് ഉണ്ട്, അതേപോലെ എസ്റ്ററിഫിക്കേഷൻ ഉണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, കഴിയുന്നത്ര പഠിക്കുക, ബാക്കി പിന്നെ പഠിക്കാം. ഓക്കെ, ആൽഡിഹൈഡ് കീറ്റോൺസിൽ മക്കളെ ആൽഡിഹൈഡിനെയും കീറ്റോൺസിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ടൊളൻസ് ടെസ്റ്റ്, ഫെല്ലിങ്സ് ടെസ്റ്റ്. ടൊളൻസ് റിയേജന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിൽവർ മിറർ ആൽഡിഹൈഡേ തരുള്ളൂ, കീറ്റോൺ തരില്ല. ഫെല്ലിംഗ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആൽഡിഹൈഡേ തരുള്ളൂ, കീറ്റോൺ തരില്ല. അങ്ങനെ അവരെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ഇനി അൽഡോൾ കണ്ടൻസേഷൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡിനെ ഡൈല്യൂട്ട് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ അൽഡോൾ അഥവാ ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് കിട്ടും. അതിനെ ഹീറ്റ് ചെയ്താൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് കിട്ടും. ഇതാണ് അൽഡോൾ കണ്ടൻസേഷൻ. പക്ഷെ പേപ്പർ എടുത്ത് എഴുതി പ്രാക്ടീസ് ചെയ്യണം. അൽഡോൾ കണ്ടൻസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് റോസൻമൺസ് റിഡക്ഷൻ. ദ റോസൻമൺസ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആസിഡ് ക്ലോറൈഡിനെ റിഡക്ഷൻ നടത്തുക. പലേഡിയമാണ് കാറ്റലിസ്റ്റ്, അയാളെ സപ്പോർട്ട് ചെയ്യാൻ ബേരിയം സൾഫേറ്റ് ഉണ്ട്. അപ്പോൾ HCl പോയിട്ട് ആൽഡിഹൈഡ് ഉണ്ടാവും. അതാണ് റോസൻമൺസ് റിഡക്ഷൻ. അൽഡോൾ കണ്ടൻസേഷനും റോസൻമൺസ് റിഡക്ഷനും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ റിപ്പീറ്റഡ് ആണ് HVZ റിയാക്ഷൻ. ആൽഫ ഹൈഡ്രജൻ ഉള്ള കാർബോക്സിലിക് ആസിഡിനെ ക്ലോറിനോ ബ്രോമിനോ ആയിട്ട് റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ആൽഫ ക്ലോറോ അല്ലെങ്കിൽ ആൽഫ ബ്രോമോ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാവും. അതാണ് HVZ റിയാക്ഷൻ. സിമ്പിൾ റിയാക്ഷനാ. പേപ്പർ എടുത്തൊന്ന് എഴുതുക, 2 തവണ പറഞ്ഞു നോക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ റിയാക്ഷൻ ആണ്. മക്കളെ നോക്കൂ, ഒരു ടൊളുവിനെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്താൽ ഇവിടെ ഏത് ആൽക്കൈൽ ലൂപ്പാണെങ്കിലും കിട്ടുന്ന പ്രൊഡക്റ്റ് ബെൻസോയിക് ആസിഡ് ആയിരിക്കും. ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു റിയാക്ഷനാണ്. അതേപോലെ ടൊളുവിനെ നിങ്ങൾ ക്രോമൈൽ ക്ലോറൈഡിന്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ബെൻസാൽഡിഹൈഡ് ആയിരിക്കും. അതിനെയാണ് ഇറ്റാഡ് റിയാക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇവിടെ KMnO4 ഉപയോഗിച്ചാണെങ്കിൽ ആസിഡ് ആണ്, ക്രോമൈൽ ക്ലോറൈഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ആൽഡിഹൈഡ് ആണ്. ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി എന്താണ് കാനിസാറോ റിയാക്ഷൻ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാ. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ഒരു ആൽഡിഹൈഡിനെ കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 2 എടുത്തിട്ടുണ്ട്. ഒരാൾ റെഡ്യൂസ് ചെയ്തിട്ട് പ്രൈമറി ആൽക്കഹോൾ ഉണ്ടാവുക, മറ്റേ ആൾ ഓക്സിഡൈസ് ചെയ്തിട്ട് ആസിഡായി മാറുക. അതാണ് കാനിസാറോ റിയാക്ഷൻ. എഴുതി പഠിക്കണം. ഇനി സ്റ്റീഫൻസ് റിഡക്ഷൻ എന്താടാ? സയനൈഡിനെ സ്റ്റാനസ് ക്ലോറൈഡിൻ്റെയും HClൻ്റെയും പ്രസൻസിൽ റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇമൈന് കിട്ടും. ഇമൈനിനെ ആസിഡിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് ചെയ്യുക. അപ്പോൾ ആൽഡിഹൈഡ് ഉണ്ടാവും. സെയിം നമ്പർ ഓഫ് കാർബൺ ആയിട്ടുള്ള ആൽഡിഹൈഡ് ഉണ്ടാവും. ഇതിനെയാണ് സ്റ്റീഫൻസ് റിഡക്ഷൻ എന്ന് പറയുക. റോസൻമണ്ട് ആണ് കൂടുതൽ ചോദിക്കുക, പക്ഷെ സ്റ്റീഫൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് പഠിക്കണം. ഇത് കാനിസാറോ റിയാക്ഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മക്കളെ ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, ആൽഡിഹൈഡ് ആണ് കീറ്റോണിനേക്കാൾ മോർ റിയാക്റ്റീവ്. എന്തുകൊണ്ടാണ്? 2 കാരണങ്ങളാണ്. ഒന്ന് സ്റ്റെറിക് എഫക്റ്റ് കുറവ്, 2 എന്താ പറയുക പ്ലസ് ഐ എഫക്റ്റ് കുറവ്. ഇനി ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഒക്കെ ഹൈഡ്രോ കാർബൺ ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ മക്കളെ 2 ഐഡിയകളാണുള്ളത്. ഒന്ന് ക്ലെമൻസൺസ് റിഡക്ഷനാണ്. എന്താ ക്ലെമൻസൺസ് റിഡക്ഷൻ? ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും റെഡ്യൂസ് ചെയ്യുക. എന്തിൻ്റെ പ്രസൻസിൽ? സിങ്കമാൽഗത്തിൻ്റെയും കോൺസെൻട്രേറ്റഡ് HClൻ്റെയും പ്രസൻസിൽ. അപ്പോൾ നമുക്ക് ഹൈഡ്രോ കാർബൺ കിട്ടും. അതാണ് ക്ലെമൻസൺസ് റിഡക്ഷൻ. ഇതെന്താടാ? ബെൻസീനിനെ കാർബൺ മോണോക്സൈഡിൻ്റെയും HCl ഗ്യാസിൻ്റെയും മിക്സറുമായിട്ട് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിൻ്റെയും കുപ്രസ് ക്ലോറിൻ്റെയും പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്, ഇത് നെയ്മഡ് റിയാക്ഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ നമ്മൾ ഗാറ്റർമാൻ
കോച്ച് റിയാക്ഷൻ എന്നാ വിളിക്കുക. എന്താണ് വിളിക്കുക? ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്നാ വിളിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് ഹാലോഫോം റിയാക്ഷൻ? CH3CO ഗ്രൂപ്പുള്ള ആൽഡിഹൈഡിനെ അല്ലെങ്കിൽ കീറ്റോണിനെ NaOHും ഹാലജനുമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഹാലജൻ ആണോ എടുത്തത് കറസ്പോണ്ടിങ് ഹാലോഫോം ഉണ്ടാവും. ദാറ്റ് ഈസ് ഹാലോഫോം റിയാക്ഷൻ. NaOHും അയഡിനും എടുത്താൽ അല്ലെങ്കിൽ NaOH എടുത്താൽ അയഡോഫോം ഉണ്ടാവും. അയഡോഫോം ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. ഓക്കെ, ഇത് വലിയ കാര്യമില്ല. അപ്പോൾ ഇതാണ് ഇവിടെ നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നെയ്മഡ് റിയാക്ഷൻസ് ഉണ്ട്, കുറച്ച് റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. അൽഡോൾ ഉണ്ട്, കാനിസാറോയ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റീഫൻസ് റിഡക്ഷൻ ഉണ്ട്, ക്ലമൻസൻസ് റിഡക്ഷൻ ഉണ്ട്, HVZ റിയാക്ഷൻ ഉണ്ട്. അങ്ങനെ കുറച്ച് റിയാക്ഷൻ ഇതിൽ എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചോദിക്കുന്നതാ. അതുകൊണ്ട് അത് പറയാതെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് മക്കളെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി മക്കളെ അമൈൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റാണ് കാർബിലമൈൻ ടെസ്റ്റ് അഥവാ ഐസോസൈനൈഡ് ടെസ്റ്റ്. പ്രൈമറി അമൈന് മാത്രം ആൻസർ ചെയ്യുന്ന ടെസ്റ്റാണത്. എന്താ? ഒരു പ്രൈമറി അമൈന് ക്ലോറോഫോമും ആൽക്കഹോളിക് OHുമായി ട്രീറ്റ് ചെയ്താൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐസോസയനൈഡ് അഥവാ കാർബിലമൈൻ ഉണ്ടാവും. ഈ ടെസ്റ്റാണ് കാർബിലമൈൻ ടെസ്റ്റ്. അത് വളരെ ബാഡ് സ്മെല്ലിംഗ് ആണ്. പ്രൈമറി അമൈന് മാത്രമേ അത് ആൻസർ ചെയ്യുള്ളൂ. അത് പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മക്കളെ നമ്മുടെ അമൈൻസിൻ്റെ ബേസിക് സ്ട്രെങ്ത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി ഇതാണ് ഓർഡർ. എന്നാൽ അക്വസ് സൊല്യൂഷനിൽ സ്റ്റെറിക് എഫക്റ്റും ഹൈഡ്രേഷൻ എഫക്റ്റും അതേപോലെ ഇൻഡക്റ്റീവ് എഫക്റ്റും ഒക്കെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് സെക്കൻഡറി, പ്രൈമറി, ടെർഷ്യറി എന്നാണ് ബേസിക് സ്ട്രെങ്ത് ഓഫ് അമൈൻസിൻ്റെ ഓർഡർ വരിക. എപ്പോഴും ബേസിക് സ്ട്രെങ്ത്തുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമൈൻസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ എന്താ ചെയ്യുക? അതിന് ഹിൻസ്ബർഗ് ടെസ്റ്റാണ്, ഹിൻസ്ബർഗ് റിയേജന്റ് ഉപയോഗിക്കുക. അത് പ്രൈമറിയിലേക്ക് ഉപയോഗിച്ചാൽ ഒരു സാൾട്ട് കിട്ടും, അത് ആൽക്കലിയിൽ സോലുബിളായ സാൾട്ടാണ്. സെക്കൻഡറി അമൈനിലേക്കാണ് ഹിൻസ്ബർഗ് റിയേജന്റ് ആഡ് ചെയ്യുന്നതെങ്കിൽ സാൾട്ട് കിട്ടും, അത് ആൽക്കലിയിൽ ഇൻസോലുബിളാണ്. ടെർഷ്യറി അമൈനിൽ ഹൈഡ്രജൻ ഇല്ല, അത് ഹിൻസ്ബർഗ് റിയേജന്റുമായി റിയാക്ട് ചെയ്യുന്നു പോലുമില്ല. അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്തത് മക്കളെ, ഒരു അമൈഡിനെ ബ്രോമിനും NaOHുമായി ട്രീറ്റ് ചെയ്താൽ ഒരു കാർബൺ കുറവുള്ള പ്രൈമറി അമൈന് കിട്ടും. ഇതിനെയാണ് ഹോഫ്മാൻസ് ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. വെരി ഇമ്പോർട്ടൻ്റ്. അമൈഡിനെ ബ്രോമിനും ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്താൽ ഒരു കാർബൺ കുറവുള്ള പ്രൈമറി അമൈൻ കിട്ടും. അതാണ് ഹോഫ്മാൻസ് ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. നോട്ടിൽ എഴുതിയെടുക്കുക, ഇങ്ങനെ അങ്ങ് പഠിക്കുക. പിന്നെ ബെൻസീൻ ഡയസോണിയം സാൾട്ടിൻ്റെ അക്വസ് സൊല്യൂഷൻ ബോയിൽ ചെയ്താൽ എന്താ കിട്ടുക? ഫിനോള് കിട്ടും. അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നൈട്രോബെൻസീനെ റിഡക്ഷൻ നടത്തിയാൽ എന്താ കിട്ടുക? അനിലിനാണ് കിട്ടുക. ഇതൊക്കെ വല്ലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ ഇതുണ്ടെങ്കിൽ ഇത് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, ഇനി മക്കളെ ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് പ്രൈമറി അമൈനിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രൈമറി അമൈൻ പ്രിപ്പയർ ചെയ്യാനാണ് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് ഉപയോഗിക്കുക. ഇനി ഇതാരാ? 2 ഹൈഡ്രജൻ പ്രൈമറി. ഇവിടെ ഹൈഡ്രജൻ ഇല്ല, ടെർഷ്യറി. ഇവിടെ ഒരു ഹൈഡ്രജൻ സെക്കൻഡറി. ഇവിടെ 2 ഹൈഡ്രജൻ പ്രൈമറി. അതാണ് സംഭവം. നൈട്രജന് ടിന്നും HCl ഒക്കെ ഉപയോഗിച്ച് റിഡക്ഷൻ നടത്തിയാൽ എന്താണ് ഉണ്ടാവുക? അനിലിനാണ് ഉണ്ടാവുക. അനിലിൻ ഉണ്ടാവും. ഓർത്തു വെക്കാൻ പറ്റുമെങ്കിൽ ഓർത്തു വെക്ക്. അനിലിനെ ബ്രോമിൻ വാട്ടർ ഉപയോഗിച്ച് ബ്രോമിനേഷൻ നടത്തിയാൽ എന്താണ് സംഭവിക്കുക? വളരെ സിമ്പിള്. ഓർത്തോയിലേക്കും പാരയിലേക്കും ബ്രോമിൻ വരും. ദിസ് ഇസ് ദി ഐഡിയ. ഓക്കെ, സിമ്പിളാണ്. ഇതാണ് അമൈൻസിൽ ഓർത്ത് വെക്കേണ്ടത്. കുറച്ച് റിയാക്ഷൻസ് ഒക്കെ ഓർക്കാനുണ്ട്, പക്ഷെ അത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത് ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസിൽ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പഠിച്ചു വെക്കുക. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റ്സിലൂടെ, ഫുഡിലൂടെ ബോഡിയിലേക്ക് എത്തേണ്ട അമിനോ ആസിഡാണ്. നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ബോഡി സ്വയം പ്രൊഡ്യൂസ് ചെയ്യുന്ന അമിനോ ആസിഡാണ്. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി വൈറ്റമിൻസ് 2 ടൈപ്പ് ഉണ്ട്. വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ബിയും സിയും ഉണ്ട്. ഫാറ്റ് സോലുബിളായ എയും ഡിയും ഇയും കെയും ഉണ്ട്. ഓരോ വൈറ്റമിൻസിൻ്റെയും ഡെഫിഷ്യൻസി വഴി ചില ഡിസീസുകൾ ഉണ്ടാവുന്നുണ്ട്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി വഴി നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലേ ഉണ്ടാവുക. കെയുടെ ഡെഫിഷ്യൻസി വഴി ബ്ലഡ് ക്ലോട്ടിങ് ടൈം കൂടുകയല്ലേ ചെയ്യുക. ഇയുടെ ഡെഫിഷ്യൻസി വഴി ഫെർട്ടിലിറ്റിയുടെ പ്രശ്നമല്ലേ ഉണ്ടാവുക. അത്തരത്തിൽ
ഓരോ വൈറ്റമിൻസിൻ്റെയും ഡെഫിഷ്യൻസി എന്ത് ഡിസീസാണ് ഉണ്ടാക്കുന്നത് എന്ന് മക്കൾ പഠിക്കണം. ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളാണ് എൻസൈംസ്. എക്സാമ്പിൾ ആണല്ലോ ഇൻവെർട്ടേസും സൈമേസും യൂറിയേസും ഒക്കെ അറിഞ്ഞിരിക്കുക. ഇനി മക്കളെ നോക്കൂ, പ്രോട്ടീൻസിൻ്റെ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസ് ചെയ്തിട്ട് ഫൈബ്രസ്, ഗ്ലോബുലാർ എന്ന് ക്ലാസിഫൈ ചെയ്യാം. പോളിപെപ്റ്റൈഡ് ചെയിന് പാരലായിട്ട് അറേഞ്ച് ചെയ്ത് ഫൈബർ പോലെയായി മാറുന്നതാണ് ഫൈബ്രസ്. ടേൺ ചെയ്തിട്ട് സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് വരുന്നതാണ് ഗ്ലോബുലാർ. ഫൈബ്രസ് വാട്ടറിൽ ഇൻസോലുബിൾ ആണ്, ഗ്ലോബുലാർ വാട്ടറിൽ സോലുബിൾ ആണ്. നമ്മുടെ കെരാറ്റിനും മയോസിനും ഒക്കെ ഫൈബ്രസിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ ഇൻസുലിനും ആൽബുമിനും ഒക്കെ എന്താണ്, ഗ്ലോബുലിനും ഒക്കെ എന്താണ്, ഗ്ലോബുലാറിൻ്റെ എക്സാമ്പിളാണ്. ഒന്നറിഞ്ഞിരിക്കും. 2 പോയിന്റ് ഇതേപോലെ ഒന്ന് എഴുതി വെച്ചാൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. അടുത്തത്, നമ്മൾ മക്കളെ പ്രോട്ടീൻസിനെയൊക്കെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആസിഡൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ പിന്നെ പ്രോട്ടീൻസിന് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് ഡീനാച്ചുറേഷൻ എന്ന് പറയുക. എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോഴും മിൽക്ക് കേടാകുന്ന സമയത്തൊക്കെ ചെറിയ രൂപത്തിലുള്ള എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ഡിനാച്ചുറേഷൻ സംഭവിക്കുന്നുണ്ട്. നോട്ട് ചെയ്ത് വെക്കുക മക്കളെ. DNA-യും RNA-യും തമ്മിലുള്ളൊരു 3 ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. DNA എന്ന് പറഞ്ഞാൽ തന്നെ ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ആണെന്ന് അറിയാം. ഇത് റൈബോന്യൂക്ലിക് ആസിഡ് ആണ്. ഇവിടെ അഡിനിനും ഗ്വാനിനും തൈമിനും സൈറ്റോസിനും ആണെങ്കിൽ അപ്പുറത്ത് തൈമിന് പകരം യുറാസിലാണ് എന്ന് അറിയാം. ഇവിടെ റെപ്ലിക്കേഷൻ പോസിബിൾ ആണ്, അവിടെ പോസിബിൾ അല്ല. ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. DNA-യുടെ ഫംഗ്ഷൻ ഹെറിഡിറ്ററി ഫംഗ്ഷൻ ആണെങ്കിൽ RNA-യുടെ ഫംഗ്ഷൻ എന്താ പറയുക, പ്രോട്ടീൻ സിന്തസിസ് ആണ് എന്ന കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇനി സ്റ്റാർച്ചിന് നമുക്ക് സ്റ്റാർച്ചിൽ 2 കമ്പോസിഷൻ ഉണ്ട്, അമൈലോസ്, അമൈലോപെക്റ്റിൻ. അമൈലോസ് 15 to 20% ആണെങ്കിൽ അമൈലോസ് 80 to 85% ആണ്. അമൈലോസ് ലീനിയർ ചെയിൻ പോളിമർ ആണ്, അമൈലോപെക്റ്റിൻ ബ്രാഞ്ചഡ് ചെയിൻ പോളിമർ ആണ്. അമൈലോസ് വാട്ടറിൽ സോലുബിൾ ആണ്, അമൈലോപെക്റ്റിൻ വാട്ടറിൽ ഇൻസോലുബിൾ ആണ്. ആരാ മക്കളെ, ഒലിഗോസാക്രൈഡ്. ഹൈഡ്രോലൈസ് ചെയ്യുന്ന സമയത്ത് 2 മുതൽ 10 വരെ മോണോസാക്രൈഡ് യൂണിറ്റുകൾ തരുന്നുണ്ടെങ്കിൽ അതാണ് ഒലിഗോസാക്രൈഡ്. സുക്രോസും മാൾട്ടോസും ലാക്ടോസും ഒക്കെ എക്സാമ്പിളാണ്. ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് അനിമൽ സ്റ്റാർച്ച് ആണ് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇനി റൈബോസ് മോണോസാക്രൈഡ് ആണ്, ഫ്രക്ടോസ് മോണോസാക്രൈഡ് ആണ്, മാൾട്ടോസും സുക്രോസും ഡൈസാക്രൈഡ് ആണ്. ഗ്ലൈക്കോജൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇൻസുലിനും ഗ്ലൂക്കഗോണും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ബോഡിയിലെ ഗ്ലൂക്കോസ് ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്, ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് നമുക്കറിയാം. ഇനി ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസും ബീറ്റ ഡി പ്ലസ് ഗ്ലൂക്കോസും അനോമേഴ്സ് ആണ്. പെൻഡോസ് ഷുഗറിൻ്റെ കൂടെ നൈട്രജൻ ബേസ് കൂടെ വന്നാൽ ന്യൂക്ലിയോസൈഡ്, അതിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടെ വന്നു കഴിഞ്ഞാൽ ന്യൂക്ലിയോറ്റൈഡ് അറിയുക. ഇനി മക്കളെ, പ്രൈമറി സ്ട്രക്ചർ പ്രോട്ടീൻസിൻ്റെ 4 ലെവൽ ഇമ്പോർട്ടൻ്റാണ്. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് അമിനോ ആസിഡ് സീക്വൻഷ്യലായിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ് പ്രൈമറി സ്ട്രക്ചർ. അതൊന്ന് ടേൺ ചെയ്താൽ കിട്ടുന്നതാണ് സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫോൾഡ് ചെയ്താൽ കിട്ടുന്നതാണ് സെക്കൻഡറി സ്ട്രക്ചർ. ആ സെക്കൻഡറി സ്ട്രക്ചറിൽ ആൽഫ ഹെലിക്സും ബീറ്റ പ്ലേറ്റഡ് ഷീറ്റ് സ്ട്രക്ചറൊക്കെ ഉണ്ടാവും. ഇനി ടേർഷറി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ടേൺ ചെയ്ത് കിട്ടുന്ന കംപ്ലീറ്റ് 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. അതിൽ ഗ്ലോബുലാറോ അല്ലെങ്കിൽ ഫൈബ്രസോ ആയിട്ടായിരിക്കും അത് നിൽക്കുന്നത്. ഇനി എല്ലാ സബ് യൂണിറ്റുകളും കൂടെ ചേർന്നതാണ് എന്ത്, ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻസിൻ്റെ പ്രൈമറി, സെക്കൻഡറി, ടേർഷറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. അത് ഇമ്പോർട്ടൻ്റാണ്. സ്റ്റാർച്ചിൽ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണുള്ളത്, പ്രോട്ടീൻസിൽ പെപ്റ്റൈഡ് ലിങ്കേജ് ആണുള്ളത്, ന്യൂക്ലിക് ആസിഡിൽ ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ് ആണ് ഉള്ളത്. ഇനി പ്രോട്ടീൻസിൻ്റെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ നിർബന്ധമായി അറിഞ്ഞിരിക്കുക എന്ന് ഞാൻ പറഞ്ഞു. ഇത്രയുമാണ് നാളത്തെ മോഡൽ എക്സാമിനേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന മോഡൽ എക്സാമിനേഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ പലതും മക്കളെ നിങ്ങൾക്ക് അറിയുന്നതാണ്, ചില കാര്യങ്ങൾ അറിയാത്തതുണ്ടാവും. അത് ഒന്ന് നോട്ട് ചെയ്ത് പോവുക എന്നുള്ളതാണ്. എന്നിട്ടും നിങ്ങൾക്ക് ഫുള്ള് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ടെൻഷൻ ആവണ്ട, എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം. പഠിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചോ, ഞാനിവിടെ ഉണ്ട്, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. നാളത്തെ എക്സാം അടിച്ചു പൊളിക്കുക കേട്ടോ.